നമസ്കാരം. വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും വരുന്ന സന്ദേശങ്ങളിൽ പാതിയിലേറെയും അസത്യങ്ങളോ അടിസ്ഥാനമില്ലാത്തതോ ആണെന്ന് വ്യക്തമാണ്. വ്യാജ സന്ദേശങ്ങൾ സമൂഹത്തിലുണ്ടാക്കുന്ന അസ്വാരസ്യങ്ങളും കുറവല്ല. ഇതിനെ നേരിടുന്നതിന് പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടെങ്കിലും നുണവാർത്തകളുടെ കേന്ദ്രമായി സോഷ്യൽ മീഡിയ മാറുകയാണ്. അടുത്തിടെ വാട്സാപ്പിലൂടെ പ്രചരിച്ച 2 വാർത്തകളുടെ നിജസ്ഥിതി ചികയുകയാണിവിടെ. പ്രിയങ്ക ഗാന്ധി നടക്കുന്നത് കുരിശുമാല ധരിച്ചുകൊണ്ടാണ് എന്നതാണ് അതിലൊന്ന്. മറ്റൊന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ ഏറ്റവും സത്യസന്ധരായ 50 രാഷ്ട്രീയ നേതാക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ചു എന്നതാണ്. എന്താണ് യാഥാർത്ഥ്യം? നമുക്ക് പരിശോധിക്കാം. അടുത്തിടെ സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയയാളാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക കുരിശു ധരിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് അടുത്തിടെ കൊളാഷ് രൂപത്തിൽ വാട്സപ്പിലൂടെ പ്രചരിച്ചത്. ഫോട്ടോഷോപ്പ് ചെയ്ത ചിത്രങ്ങളാണ് ഇത്തരത്തിൽ പ്രചരിച്ചതെന്ന് പിന്നീട് കണ്ടെത്തി. BJP അനുകൂല ഗ്രൂപ്പുകളിലൂടെയും മറ്റുമാണ് ഈ ചിത്രങ്ങൾ കൂടുതലായി പ്രചരിച്ചത്. പ്രിയങ്കയുടെ കഴുത്തിലുള്ള വെള്ള നിറത്തിലുള്ള മാലയിലാണ് കുരിശ് ചേർത്തിരിക്കുന്നത്. ചിലർ ഇത് പുണ്യമായ ചരടാണെന്നും ഇത് സ്ത്രീകൾ ധരിക്കാറില്ലെന്നും അവകാശപ്പെട്ടു. എന്നാൽ പ്രിയങ്കയുടെ വാരണാസി യാത്രയ്ക്കിടെ പകർത്തിയ ചിത്രങ്ങളിൽ വരുത്തിയ മാറ്റമാണിതെന്ന് പിന്നീട് കണ്ടെത്തി. ലോകത്തെ സത്യസന്ധരായ രാഷ്ട്രീയ നേതാക്കളുടെ പട്ടികയിൽ നരേന്ദ്രമോദി ഒന്നാമതെത്തി എന്നതാണ് മറ്റൊരു വൈറൽ പോസ്റ്റ്. അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പട്ടികയിൽ മോദിജി ഒന്നാമതെത്തി എന്നാണ് സംഖ്യാനുകൂല പോസ്റ്റുകളിൽ പ്രചരിച്ചത്. എന്നാൽ അങ്ങനെയൊരു പട്ടികയില്ലെന്ന് പിന്നീട് വ്യക്തമായി. അമേരിക്കയിൽ നിന്ന് പുറത്തിറങ്ങിയ സത്യസന്ധരായ 50 രാഷ്ട്രീയ നേതാക്കളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് മോദി മാത്രമേ ഉള്ളൂവെന്നും അതിൽ തന്നെ 1ാം സ്ഥാനത്ത് എത്തിയെന്നുമാണ് ഏക് നാം നരേന്ദ്രമോദി എന്ന അക്കൗണ്ടിൽ വന്ന പോസ്റ്റിൽ പറയുന്നത്. ഇത് വ്യാജമായിരുന്നു. എന്നാൽ മറ്റ് പല വിശ്വസനീയ പട്ടികകളിലും മോദി ഇടം പിടിച്ചിട്ടുണ്ടെന്നത് വാസ്തവമാണ്. ഫോർബ്സ് മാസികയുടെ 2018 ലോകത്തെ ഏറ്റവും ശക്തരായ ആളുകളിൽ മോദി 9ാം സ്ഥാനത്താണുള്ളത്. അമേരിക്കൻ മാസികയായ ഫോർച്യൂൺ 2015 പുറത്തിറക്കിയ ലോകത്തെ ശക്തരായ നേതാക്കളിൽ 5ാം സ്ഥാനത്തും അദ്ദേഹം എത്തി. ഗാലപ്പ് ഇന്റർനാഷണൽ അസോസിയേഷന്റെ അഭിപ്രായ രൂപവൽക്കരണത്തിന് പ്രാപ്തരായ ലോക നേതാക്കളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്താണ് മോദി. അതേസമയം പ്രിയങ്കയുടെ വരവ് BJP ക്യാമ്പുകളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ജനറൽ സെക്രട്ടറി എന്ന ഉത്തരവാദിത്തം പ്രിയങ്ക 2 മാസങ്ങൾക്ക് മുൻപ് ഏറ്റെടുത്തതിന് ശേഷം കോൺഗ്രസ് പ്രവർത്തകരിൽ അടുത്ത കാലത്തൊന്നുമില്ലാത്ത വിധത്തിലുള്ള ആവേശമാണ് അലയടിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പ്രിയങ്കയുടെ സഹോദരനും കോൺഗ്രസ് പ്രസിഡന്റുമായ രാഹുൽ ഗാന്ധി പ്രിയങ്കയുടെ പുതിയ സ്ഥാനാരോഹണം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് UPയിൽ പാർട്ടി പുതിയൊരു പുനരുജ്ജീവനത്തിന്റെ പാതയിലെത്തിയെന്നാണ് ഉറപ്പാക്കിയിരിക്കുന്നത്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്ന UPയിൽ കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായി പാർട്ടി ദുർബലമായിരുന്നു. അതിൽ നിന്നും പൂർവ്വകാല പ്രതാപത്തിലേക്ക് പാർട്ടി തിരിച്ചു പോകാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും പാർട്ടിയിലെ മുതിർന്ന ഉറവിടങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പാർട്ടിയിലെ അടിസ്ഥാന പ്രവർത്തകരെയും പാർട്ടി നേതൃത്വത്തെയും കൂട്ടിയിണക്കുന്ന ശക്തി നെറ്റ്വർക്കിലെ അംഗങ്ങളുടെ എണ്ണം 5.4 മില്യൺ പേരിൽ നിന്നും നിലവിൽ 6.6 മില്യനായാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ പാർട്ടി ഡാറ്റകൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്. 2 മാസങ്ങൾക്കിടെ വോളണ്ടിയർമാരുടെ എൻറോൾമെന്റിൽ 22% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ശക്തി നെറ്റ്വർക്കിലെ അംഗങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും വേഗതയേറിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ശക്തി നെറ്റ്വർക്കിലെ വനിതകളുടെ അംഗത്വത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന 22% നിന്നും 40% പെരുപ്പമുണ്ടായിരിക്കുന്നു.